ഹലോ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയില കൊണ്ടുള്ള ഹോട്ടലിൽ വെക്കുന്ന ഓട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചട്ടി ഗ്യാസ്മേൽ വെച്ച് വെളിച്ചെണ്ണ വാർന്ന് നമുക്കൊരു തക്കാളി നല്ലോണം വാട്ടിയിട്ട് എടുക്കാം. അയില നല്ലോണം മുറിച്ചിട്ട് കഴുകിയിട്ടെല്ലാം വെച്ച് അങ്ങനെ നമ്മളെ തക്കാളി നല്ലോണം വാട്ടുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ എല്ലാവരേക്ക് എത്തുകയുള്ളൂ. നല്ലോണം തക്കാളി നല്ലോണം വാട്ടിയതിൻ്റെ ശേഷം നമുക്കൊരു പ്ലേറ്റിലിട്ട് വെക്കാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തോലെല്ലാം പൊളിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം വെളിച്ചെണ്ണയിൽ തന്നെ നല്ലോണം വാട്ടിയെടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള നല്ല ഹോട്ടലിലെ കറി പോലെ അങ്ങനെ ചെറിയ ഉള്ളി നല്ലോണം വാടിയതിൻ്റെ ശേഷം നമുക്ക് കടുകും വെളിച്ചെണ്ണ തന്നെ നമുക്ക് കടുക് ഇടുക, കുറച്ച് ഉലുവ ഇടാം. ഞാനിപ്പോൾ ആദ്യം ഇട്ട ഉലുവ പിന്നെ ഇട്ട കടുക്, അങ്ങനെ രണ്ട് ഇട്ടതിൻ്റെ ശേഷം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നല്ലോണം ഇളക്കി ചെറിയ തീയിലാക്കിയിട്ട് വെക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മളെ ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. തക്കാളിയും ചെറിയ ഉള്ളി അങ്ങനെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് വെച്ച് പിന്നെ നമ്മളെ കാശ്മീരി മുളക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് വേണം. നല്ല നമുക്ക് ചെറിയ തീയിൽ ചൂടാക്കിയിട്ട് എടുക്കാം. നല്ലോണം ചെറിയ തീയിൽ ചൂടാക്കി അങ്ങനെ നമ്മളെ തക്കാളിയും ചെറിയ ഉള്ളിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിക്ക നല്ല ചൂടാക്കിയ ശേഷം നമ്മൾ തക്കാളിയും ചെറിയ ഉള്ളിയെല്ലാം വാട്ടിയിട്ട് വെച്ച് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് വെച്ചാൽ അതും അതിൽ വയ്ക്കുക. അടിപൊളി ടേസ്റ്റാണ് ഇത്. കൂട്ടിയവർ പിന്നെ ഉണ്ടാക്കി കൂട്ടുക. അടിപൊളി ടേസ്റ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് പുളി പാരുന്നുണ്ട്. അങ്ങനെ നമ്മളെ കറി അതിന് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് നല്ലോണം ഇതാക്കി നമുക്ക് നല്ലോണം പതിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ അയില മീൻ ഇടാം. അടിപൊളി ടേസ്റ്റുള്ളത് എല്ലാവരും വീട്ടിലുണ്ടാക്കണം. അങ്ങനെ പാകത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ എല്ലാവരും എത്തുള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെ അതിനിണക്കായ വെള്ളം വെച്ച് നല്ലോണം പതച്ച് വരുന്നുണ്ട്. നമുക്ക് അയില ഇടാം. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ അയില ഇടാം. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ നല്ല ഇതിൽ വെച്ച് നമുക്ക് മൂടിയിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് വരെ നമുക്ക് കറി ഇതാക്കിയിട്ട് വെക്കാം. അങ്ങനെ മുടിയെല്ലാം വെച്ച് നല്ലോണം കറി നല്ലോണം പതച്ചതിൻ്റെ ശേഷം നമുക്ക് കീച്ച് വെക്കാം. അങ്ങനെ നമ്മളെ കറിയെല്ലാം റെഡിയായി വന്ന് അങ്ങനെ നമ്മളെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചെറുങ്ങനാക്കിയിട്ട് മുറിച്ച് വെച്ചേക്ക്. അങ്ങനെ ചെറിയ ഉള്ളി നല്ലോണം കുറച്ച് വാട്ടിയതിന് ശേഷം നമുക്ക് നമ്മളെ കറിയിലിട്ട് അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ മീൻ വരട്ടിയതെന്ന് പറയാം, മീൻ മുളേഷൻ എന്നും പറയാം. നമ്മളെ ഹോട്ടലിലെ കറി പോലുള്ള അടിപൊളി ടേസ്റ്റ്. എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കണം. അത്രക്കും ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. അങ്ങനെ കുറച്ച് കറിവേപ്പില ഇടാം. ആദ്യം കുറച്ചിട്ടേക്ക് ഇപ്പം നമുക്ക് കുറച്ച് വാട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം. അങ്ങനെ നമ്മളെ കറിയിൽ ഇതങ്ങ് പാരാം. അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ കറി റെഡിയായി വന്നു. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ അയില വരട്ടിയത് റെഡിയായി. ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.